ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയെ പറ്റിയാണ്. ഇലക്ഷൻ നിൽക്കുന്നുണ്ട് സ്ഥാനാർത്ഥി. ആരാണ് സ്ഥാനാർത്ഥി? നമ്മുടെ അഖിൽമാരാണ് സ്ഥാനാർത്ഥി. പുള്ളിക്കാരൻ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇലക്ഷനിലെ വരുന്ന ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ എന്നും കസേരയിട്ട് ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് എന്ത് പറ്റി മികച്ചു നിന്ന് വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ച് മൂലക്കുരുവാണോന്ന് ചോദിക്കണ്ട. ആരാണ് ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ഒരു ഗെയിമിംഗ് ചെയർ എടുക്കണം. ആരാണ് ഈ കസേര ഇരിക്കുന്നില്ല, ഇനി ഞാൻ നിന്നോളാം. കുറച്ച് കാല് കഴിച്ചാലും കുഴപ്പമില്ല, നിന്നെടുക്കാം. അപ്പോ അഖിൽമാരാ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. പുള്ളി പറയുന്നതും പുള്ളിയെ കുറിച്ച് ആൾക്കാർ പറയുന്നതും നമുക്ക് അലക്കാം. സോ ദിസ് ഈസ് മിസ്റ്റർ ഷാനൂസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻഡ്. ആരാണ് അഖിൽമാര ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻ ബിഗ് ബോസ് വിജയി ആയിരുന്നു. ഏത് സീസൺ ആണെന്ന് ഓർമ്മയില്ല, ഏതോ സീസണിൽ വിജയിയായിരുന്നു. ആൻഡ് പുള്ളി തന്നെ സ്വയം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു തിരക്കഥാകൃത്താണ്, ഞാനൊരു സിനിമ ഡയറക്ടറാണ്. പുള്ളിയുടെ ഡയറക്ട് ചെയ്ത സിനിമ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ താത്വിക അവലോകനം. പുള്ളി അഭിനയിച്ച സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളംകൊല്ലി അയച്ച അശ്വന്ത് കോക്കെടുത്തിട്ട് ഓക്കെയായിരുന്നു പട്ടിപ്പടം എന്ന് പറഞ്ഞു. ആറാട്ടം തന്നെ പറയുന്നുണ്ട്, നല്ല തൊലിഞ്ഞ പടം. എന്തായാലും സിനിമ നടൻ, സിനിമ ഡയറക്ടർ, ബിഗ് ബോസ് വിജയി ഇപ്പതാ ഇലക്ഷന് വന്ന സ്ഥാനാർത്ഥിയായി. ജയിച്ചാൽ MLA, തോറ്റാൽ അങ്ങനത്തെ അവസ്ഥയില് ഇത് പോകുന്നു. പിന്നെ ഇടയ്ക്ക് പോയി തൊപ്പിയുടെ അടുത്ത് വെള്ളം ഇടിച്ചെന്നിട്ട് പറഞ്ഞു എന്നെ വിറ്റ് കണ്ണനുണ്ടാക്കാൻ പോകുന്നു എന്ന് തൊപ്പിയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ തൊപ്പി അവന് ഔട്ട്ഡേറ്റഡ് ആയ നിന്നെ ഞാൻ അണ്ണനുണ്ടാക്കണമെന്ന് തൊപ്പി ചോദിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും, ക്ലാഷ് ആവും. 2 ദിവസത്തെ കണ്ണനുണ്ടാക്കും, എണ്ണം ഫേസ്ബുക്കിൽ ഇടും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ അഖിലണ്ണന്റെ ഓരോരോ കാര്യങ്ങൾ. അപ്പോ അഖിലണ്ണൻ ഇലക്ഷനിൽ നിൽക്കുകയാണ്. അഖിലണ്ണനെ കുറിച്ച് ആൾക്കാരെന്താണ് പറയുന്നതെന്നും അഖിലണ്ണൻ സ്വയം എന്താണ് പറയുന്നതെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. അഖിൽമാരാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ഇത്തിരി തലയ്ക്ക് വിവരമൊക്കെ ഉള്ള ഒരാളുണ്ട്, നമ്മുടെ ആറാട്ടെണ്ണം. പുള്ളിക്ക് എന്തിനാണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ആറാട്ടെണ്ണ ഒന്ന് വരും നിങ്ങളുടെ അഭിപ്രായവും അഖിൽമാരാവിന്റെ ഇലക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ റിവ്യൂ കേൾക്കാനായിട്ട് എന്റെ ഓഡിയൻസ് കാത്തിരിക്കുന്നു. ബിഗ് ബോസ് ഫെയിമായ റോബിൻ രാധാകൃഷ്ണനും അഖിൽമാരാവ് ഇത്തരം ഇലക്ഷൻ നിൽക്കുകയാണ്. റോബിൻ രാധാകൃഷ്ണൻ കേരളത്തിലെ എവിടെ ഇലക്ഷൻ നിന്നാലും ജയിക്കാൻ സാധ്യതയില്ല. ഒരു പാഴ്വസ്തു തന്നെയാണ് പുള്ളി. മറ്റേ ബിഗ് ബോസിൽ എങ്ങനെ പിടിച്ച് കയറിയതാണ്. ഡോക്ടറാണെങ്കിൽ പറയേണ്ട, ഏത് ജില്ല ഡോക്ടറിന് അറിയില്ല. എവിടെ ഇലക്ഷൻ നിന്നാലും തോക്കുന്ന ഉറപ്പാണ്. പിന്നെ അഖിൽമാരാണ്, അയാൾ ഈ റോബിനെക്കാട് ബെറ്ററാണ്, കുറച്ച് വിവരവും അങ്ങനെ സംസാരിക്കുകയും ചെയ്യും. പക്ഷെ പുള്ളി മത്സരിക്കുന്നത് തൃക്കാക്കരയിലാണ്. PT തോമസിൻ്റെ മെയിൻ സ്ഥലമാണ്. ഉമാ തോമസ് ആണ് സ്ഥാനാർത്ഥി നിൽക്കുന്നത്. എന്തായാലും തോക്കുന്ന ഉറപ്പാണ്. ഇപ്പോൾ പുള്ളിയുടെ സിനിമ ഇറങ്ങിയപ്പോൾ അത് പൊളിഞ്ഞല്ലോ, അതുപോലെ ഇതും പൊളിയാൻ സാധ്യതയുണ്ട്. എന്തായാലും പൊളി സാധ്യതയല്ല, പൊളിയെന്ന് ഉറപ്പാണ്. എന്നാൽ 2 BJP കാൻഡിഡേറ്റ്സും കുത്തുവാട് കാണാൻ ചാൻസ് ഉള്ളൂ. ഇങ്ങനെയൊക്കെ വിവരമില്ലെന്ന് ആരാടെ പറയുന്ന? ഇങ്ങനെയൊക്കെ നല്ല വിവരമുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല കിടിലായിട്ട് രാഷ്ട്രീയത്തെ സിനിമയും നോക്കിക്കാണുന്ന ആളാണ്. പിന്നെ സിനിമ റിവ്യൂ ഇങ്ങേക്ക് തോന്നി വിളിച്ച് പറയും. പക്ഷെ പുള്ളിക്ക് അത്യാവശ്യം പഠിപ്പും വിവരമുണ്ട്. മൊണ്ണയാണെന്നുണ്ടെങ്കിലും പറയുന്ന കാര്യങ്ങളിൽ എവിടെയൊക്കെയാ ചിലതൊക്കെ നല്ല കാര്യമുണ്ട്. കാരണം കറക്റ്റാ പറയുന്നുണ്ട്. പുള്ളി നമ്മളെ കണക്കൊന്നുമല്ല, വ്യക്തമായ രാഷ്ട്രീയ വ്യൂ പോയിന്റ് പുള്ളിക്കുണ്ട്. പുള്ളി വ്യക്തമായി നോക്കിയാണ് ഈ ഒരു സാധനം പറഞ്ഞത്. കാരണം എവിടെ നിന്നാലും പൊട്ടും, 2 പേരും പൊട്ടും. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും പൊട്ടും. എവിടത്തെ ഡോക്ടറാണെന്ന് ചോദിക്കുന്നു, എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ എന്റെ ഉമ്മ എപ്പോഴാ പറഞ്ഞു ഇങ്ങനെ ഏതാ ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞ് എനിക്കതൊന്നും അതൊക്കെ അവരെ എന്തായാലും വ്യക്തമായിട്ട് പൊട്ടമെന്നാണ് ആറാട്ടെണ്ണം പറയുന്നത്. അപ്പൊ ആറാട്ടെണ്ണം പറഞ്ഞ് ഞാൻ എന്ത് തൊലിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തൊലിക്കാനുള്ള വീഡിയോ ഞാൻ ഉടനെ അടുത്ത ഇടാം. നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. എൻ്റെ ഫേസ് ഒരാൾക്ക് തിരിച്ചറിയാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് എന്നെ അറിയാം, സോഷ്യൽ മീഡിയ വഴിയായാലും ചാനൽ വഴിയായാലും. അപ്പോൾ ഇന്ന ആളാണ് അഖിൽമാരാർ, ഇനി അയാൾക്ക് ഞാൻ എന്തിനു വോട്ട് കൊടുക്കണം എന്നതാണ് രണ്ടാമത്തെ ചിന്ത. ആ രണ്ടാമത്തെ ചിന്ത അവരിലേക്ക് എത്തിക്കണമെങ്കിൽ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നും. ഞാൻ അഖിൽമാരാണ് എന്നുള്ളതല്ല ഫസ്റ്റ് ഇത്. ഈ രണ്ടാമത് പറഞ്ഞല്ലോ, ഇയാൾക്ക് എന്തിനു വോട്ട് കൊടുക്കും, അതാണ് ഫസ്റ്റ് കാര്യം. കാരണം ഇത് ഇലക്ഷനാണ്. കാരണം ബിഗ് ബോസിൽ കുട്ടി നിൽക്കാൻ വിട്ടോണ്ട് ആ തേരാപാര നടന്ന് ആ 100 ദിവസം കണ്ടവർ എനിക്ക് വന്ന ഇലക്ഷന് ബാലറ്റിൽ കുത്തുമെന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നടക്കൂല. ബിഗ് ബോസിലെ ഗെയിം അല്ലേ രാഷ്ട്രീയം. നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നവന് മാത്രമേ നാട്ടുകാർ ബാലറ്റിൽ കുത്തുള്ളൂ, വോട്ട് കൊടുക്കത്തുള്ളൂ. അല്ലാതെ 100 ദിവസത്തെ ബിഗ് ബോസ് ഞാൻ ജയിച്ചു,
അതുകൊണ്ട് ഞാൻ ഇവിടെ കയറി നിന്നാലും എനിക്ക് വന്ന് വോട്ട് കുത്തുമെന്ന് പറയാനായിട്ട് ഹോട്ട്സ്റ്റാറിലെ പോളിംഗ് അല്ല ഇത് ഇലക്ഷനാണ്. ഇത് മറ്റേ ബൂത്തിലൊക്കെ പോയി കയ്യിൽ മഷിയൊക്കെ പെരട്ടി ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന സാധനമാണ്. ബിഗ് ബോസിനകത്ത് കുട്ടി കൗത്തോണ്ട് താളം വിട്ടും തിരപ്പര ഓടിയും അതല്ല പരിപാടി. ഇത് ഇലക്ഷൻ, ഇത് കൂടെ വലിയ സാധനം. ബിഗ് ബോസിൽ ജയിച്ചൊന്നും ഇതിൽ ജയിക്കാൻ പറ്റൂല. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത് രമേശ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണോ? അത് സിനിമയിൽ അഭിനയിക്കുന്ന ആൾ കാശുണ്ടാക്കുന്നു, അയാൾ ലക്ഷറി ലൈഫ് ജീവിക്കുന്നു, അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിൻ്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്നു, അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു സഹയാത്രിക എന്ന നിലയിൽ പുള്ളിയെ അവിടെ മത്സരിപ്പിക്കുന്നു. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? ഓക്കെ, രമേശ് പിഷാരടി എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് അഖിൽമാരാവ് ചോദിക്കുന്നു. അപ്പൊ അഖിൽമാരാർ എന്തൊന്നും ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി മാത്രം? രമേശ് പിഷാരടി ഒന്നും ചെയ്യുന്നില്ല. ലക്ഷറിയസ് ലൈഫ് കൊണ്ട് നടക്കുന്നു. സെലിബ്രിറ്റി ആയതുകൊണ്ട് ജയിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാര് ഇലക്ഷൻ നിർത്തുന്നു. അപ്പൊ ഇയാളെന്തോന്ന് തെളിച്ചിട്ടാണ് ഇയാളെ പിടിച്ച് ഇലക്ഷൻ നിർത്തണമെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളെന്തോ തെളിച്ചു? പറയുമ്പോ ഞാൻ ഭയങ്കര മറ്റു പറയും, ബാക്കിയുള്ളവരെല്ലാം താഴെക്കടയിലുള്ളത്, ഞാൻ മാത്രം ഭയങ്കര വലുത്, ബാക്കിയുള്ളവര് ചെറു. ഈ മനോഭാവം ആദ്യം എടുത്ത് മാറ്റിക്കുക. 8 നിലയെ പൊട്ടും. ഞാൻ ഏതോ കൊമ്പത്തുനിന്ന് ഇറങ്ങി വന്നതാണ്, ബാക്കിയുള്ളവരെല്ലാം വേരിന്റെ താഴെ കിടക്കണമെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 നിലയെ പൊട്ടും. അല്ലെങ്കിലും പൊട്ടും, അത് എന്ത് വിചാരിച്ചാലും പൊട്ടും. രാഷ്ട്രീയം ഫേസ്ബുക്കിൽ വന്നിട്ട് ഏതെങ്കിലും വിഷയത്തിനെ കുറിച്ച് താത്വിക അവലോകനം നടത്തിയെന്ന് പറഞ്ഞ് രാഷ്ട്രീയം ഇലക്ഷൻ എന്നതിനെ ജയിക്കത്തില്ല. കാരണം ഒരു സെലിബ്രിറ്റി 3 തവണ ഇറന്നിട്ടാണ് തൃശ്ശൂർ എടുത്ത് കൈ കൊടുത്തത്. അറിയാലോ, 3 തവണ ഇറന്നിട്ടാണ് തൃശ്ശൂർ എടുത്ത് കൈ കൊടുത്തത്. അപ്പൊ ഇയാളൊരു 5 തവണയെങ്കിലും ചില പേരൊക്കേണ്ടി വരും. പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? പുള്ളി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇറങ്ങി ഈ നാട്ടിലൊരു പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള ആൾക്കാരുടെ ചോദിക്കണം. ഇതിൽ ആദ്യം തന്നെ പറയുന്നു, രമേശ് പിഷാരടി കോൺഗ്രസിന്റെ എന്തൊക്കെ പരിപാടിയിലൊക്കെ പോയി പങ്കെടുത്തത് കൊണ്ടായിരിക്കാം പുള്ളിക്കാരനെ പിടിച്ച് ഇലക്ഷനെ എത്തുന്നതെന്ന് അഖിൽമാരാർ പറയുന്നു. ചിലപ്പോ അയാൾ ചിലപ്പോ ഒരു കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നിരിക്കൂലേ? ഇയാൾക്ക് അറിയാത്തതാണെങ്കിലോ? അയാളുടെ രാഷ്ട്രീയം അയാളുടെ വ്യക്തിപരമായ ഒരിതാണ്, പേഴ്സണൽ മാറ്റർ ആണെന്ന് വിചാരിച്ചാൽ അയാളത് പുറത്ത് കാണിക്കാതിരുന്നതാണെന്നുണ്ടെങ്കിലോ നാടുകൾ ഇയാളെ കണക്ക് മണ്ടത്തരം മുടങ്ങി ഞാൻ ചാണകമാണെന്ന് വിളിച്ചുകൊണ്ട് നടക്കണോ? അതൊക്കെ രമേശ് പിഷാരടിയുടെ ഇഷ്ടമല്ലേ? അയാള് ചെയ്യേ കാണിക്കുക എന്ത് വെച്ചാ ചെയ്യുന്നത് അയാളുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ അയാൾ വെളിയിൽ കാണിക്കാത്താണെങ്കിലോ, അയാൾക്ക് വെളിയിൽ കാണിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അയാൾ പരസ്യമായിട്ട് കാണിക്കാത്താണെന്നുണ്ടെങ്കിലോ കറക്റ്റ് സമയം വന്നപ്പോൾ അയാള് നിന്നു. അയാൾ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നിരിക്കാം, ആവാതിരിക്കാം. ഇയാളെ വ്യൂ പോയിന്റ് വെച്ചിട്ട് അയാൾ രാഷ്ട്രീയ പ്രവർത്തകനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവോ? മാലാരെ ഇയാള് പറയുന്നതാണോ മൊത്തം വേദവാക്യം? ഇതെന്തുവാണ് ഇത്? ചിലപ്പോ രമേശ് പിഷാരടി രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കാം, സജീവ പ്രവർത്തകനായിരിക്കാം പുള്ളിയുടെ നാട്ടില്, അല്ലെങ്കിൽ ആ പാർട്ടിയിൽ രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കാം. കോൺഗ്രസിൽ അയാൾ സജീവമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് NDAയിൽ ഇലക്ഷൻ ഇരിക്കുന്ന അഖിൽമാരാർ പറയുന്നതിൽ എന്ത് ലോജിക്കാണ്? എന്താണ് ലോജിക്ക്? മനസ്സിലാവില്ല മാരാ. പിന്നെ അഖിൽമാരാറിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു മാനിപ്പുലേറ്റീവ് ടോക്ക് ഉണ്ട്. അതായത് അതിപ്പോ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? നമ്മൾ ഈ ആടിനെ പട്ടിയാക്കുക എന്ന് പറയും. ആടിനെ പട്ടിയാക്കുക എന്ന് പറയും. പുള്ളി അതിനെ പട്ടിയാക്കൂല, പുള്ളി അതിനെ വേണമെങ്കിൽ കാളയാക്കി മാറ്റും, അല്ലെങ്കിൽ പശുവാക്കി മാറ്റും. അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനം എന്ന് വെച്ചാ പട്ടിയാക്കത്തില്ല, പക്ഷെ കാളയോ പശുവൊക്കെ ആക്കി മാറ്റും. എന്ന് താനത് ചെയ്തില്ലേ, താനത് പണ്ട് ചെയ്യൂല എന്ന് പറഞ്ഞ കാര്യമില്ലേ, പിന്നെ എന്തിനു താനത് ചെയ്തു? താനത് ചെയ്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു, അതിന് ഇങ്ങനൊരു റീസൺ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അതിന് ഇങ്ങനൊരു റീസൺ ഉണ്ട്, അതുകൊണ്ടാണ് അന്ന് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞത് ഇന്ന് ഞാൻ ചെയ്തത്. അപ്പോഴും നീ ചെയ്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞോട്ടെ, അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അതിന് അങ്ങനെ ആയിരുന്നു, ഇന്നത് ഇങ്ങനെയായി, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. സ്റ്റിൽ എടാ, നീ അന്നത് ചെയ്യൂല എന്ന് പറഞ്ഞ് നീ ഇന്നത് ചെയ്യൂലേ, അപ്പ കാണുമ്പോനെ അപ്പാന്ന് വിളിക്കണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും പറയും അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത് അങ്ങനെ ആയിരുന്നു, അന്ന് അങ്ങേരായിരുന്നു എന്റെ അങ്ങേര്, അതുകൊണ്ട് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇന്ന് അങ്ങേര് മാറി വേറൊരാളായി, അതുകൊണ്ട് അത് ഇങ്ങനെ ആയി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അത് പറയുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഞാനത് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ ഈ ചൗക്കിന് വട്ടാകാൻ തോന്നും.
വട്ടായാന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ഇതൊന്ന് കണ്ടു, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു നിലപാടില്ലാത്ത ഒരാളാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ? ഞാൻ എന്തായിരിക്കും, എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യും? ഇനി ഞാൻ മാറ്റി നിലപാട് ഏതൊക്കെയാന്ന് പറ. ഞാൻ ബിഗ് ബോസിൽ പോകില്ലെന്ന് പറഞ്ഞു, ബിഗ് ബോസിൽ പോയി. അത് നിലപാടാ. പക്ഷെ ബിഗ് ബോസിൽ പോകുന്നതിന് പകരം നിലപാട് എന്താണ്, ഒപ്പീനിയൻ എന്താണ്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒപ്പീനിയൻ എന്താണെന്നൊക്കെ നിങ്ങളൊന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞുതരാം. നിലപാടെന്ന് പറഞ്ഞാൽ ഇസ്രയേലും പാലസ്തീനും വിഷയം യുദ്ധത്തിൽ നടക്കുമ്പോൾ നമുക്ക് നിലപാട് സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണത്. അല്ല, ഇയാളുടെ എന്തെങ്കിലും ചോദിക്കുമ്പോ ഇയാളെന്തിനാണ് ഈ ഇസ്രായേലും പാലസ്തീനും റഷ്യൻ വിപ്ലവമൊക്കെ എണ്ണെടുത്തിരുന്ന? അന്ന് എന്തരാ ഒരു കേസിന് തൊപ്പിയായിട്ട് ഉടക്കായിട്ട് തൊപ്പി ആ പ്രശ്നത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ നിനക്ക് റഷ്യൻ വിപ്ലവം എന്തായിരുന്നു അറിയാമോന്ന് ചോദിച്ചു. ഇങ്ങേരത്തെ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങേര് പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങേര് ഉടനെ GK എടുത്ത് അല്ലെങ്കിൽ വേൾഡ് പൊളിറ്റിക്സ് എഴുതി. നാട്ടിലെ റോഡില് പട്ടി തൂറി വെച്ചേക്കുന്നതിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങേര് അമേരിക്കൻ റോഡില് സൈഡിൽ നിന്ന് മൂത്തൊഴിച്ചതിന്റെ കാര്യം ഇങ്ങനെ, അല്ലെങ്കിൽ അതിനകത്തോട്ട് കൊണ്ടുപോകും. അതായത് റോഡിലൊരു പട്ടി തൂറി വെച്ചേക്കും, അപ്പിയിട്ട് വെച്ചേക്കുന്നതിന്റെ കേസ് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേര് അമേരിക്കയിലെ യുദ്ധത്തിന്റെ ഇടയില് അവിടുത്തെ പട്ടാളക്കാരന് മൂത്തൊഴിക്കാൻ മുട്ടിയ കഥ. അപ്പൊ ഇത് കേൾക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. കേരളത്തിൽ പട്ടി തൂതിയതിനെക്കാട്ടി അങ്ങേരിക്ക് അമേരിക്കയിലെ പട്ടാളക്കാരന് പിടിക്കാൻ മുട്ടിയതാണ് ഭയങ്കര കാര്യം. ഇങ്ങനെ തലയിൽ എന്തേരം ഉണ്ട് കേട്ടാ, ഇങ്ങനെയൊക്കെ ലോകവിവരം ഉണ്ട് കേട്ടാ. അങ്ങനെ വിശ്വസിക്കാൻ പറയണം, അങ്ങനെ പറയണം വിശ്വസിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അടുത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് അങ്ങേക്ക് ഉത്തരമില്ലാത്തതുകൊണ്ട് അങ്ങേര് കിടന്ന് ഉരുളണതാണ്. ഈ ഉരുളുമ്പം കുറച്ച് പൊടി പറക്കും. ഈ പൊടി ഈ കേൾക്കണമാരെ കണ്ണിൽ വീഴും. കാഴ്ച കാണത്തില്ല, കണ്ണിൽ പൊടി ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റൂല. വാക്കുകൾ കൊണ്ട് കണ്ണിൽ പൊടി ഇടുക ഇതാണ് ഇങ്ങനെ, വേറെ ഒന്നുമില്ല. പിന്നെ നിലപാട് വേറെ, ഒപ്പീനിയൻ വേറെ. ഓക്കെ, ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ എന്ത് നിലപാടാണ് മാറ്റിയത് കാണിച്ചു തരാം. എനിക്ക് ഇതുപോലെ പുച്ഛമുള്ള ഒരു പരിപാടി കേരളത്തിലായിരുന്നു. അതിനാണ് ഞാൻ ഒരുപാട് പോയി നടുപടി മുണ്ടോക്കി കാണിച്ചിരുന്ന നാലുപേരെ കൂട്ടുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, BJPയുടെ വളർച്ചയോട് കൂടിയിട്ടാണ് ഈ രാജ്യത്ത് ഭീകരമായ വിഭാഗീയത സൃഷ്ടിക്കുന്നത്. ഭീകരമായ വിഭാഗീയത. 5 മിനിറ്റ് ഞാനത് തികച്ച് കണ്ടിട്ടില്ല. ചേച്ചി പറഞ്ഞ അഖിൽമാരാവ് ഒരു നിലപാടില്ലാത്തവനാണെന്ന്. അപ്പൊ അഖിൽമാരാവ് തിരിച്ചു ചോദിച്ചു, ഞാൻ നിലപാടില്ലാത്തവനാണെന്ന്. എനിക്ക് നിലപാടാണ്, എനിക്ക് ഉള്ളതിൽ കൂടുതൽ നിലപാടാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ അഖിൽമാരാവ്. അപ്പൊ ഞാൻ നിലപാടില്ലാത്തവനാണോ എന്ന് അഖിൽമാരാവ് തിരിച്ചു ചോദിച്ചു. അപ്പൊ ചേച്ചി ഒരു ഇൻസിഡന്റ് പറഞ്ഞു, ബിഗ് ബോസിൽ പോകില്ലാന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ കയറി പോയില്ല. അപ്പൊ അത് നിലപാടല്ല, അത് ഒപ്പീനിയൻ ആണ്. എന്നിട്ട് നിലപാട് വേറെ ഒപ്പീനിയൻ വേറെ ആണെന്ന് പറയാനായിട്ട് അതിലോട്ട് റുബിക്സ് ക്യൂബ് തിരിക്കണം, തിരികി. ആർക്കൊപ്പം ഞാൻ നിൽക്കണം എന്നതാണ് എന്റെ മൈൻഡ് സെറ്റ്. അവിടെ ഞാൻ എടുക്കുന്ന സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ ഓർ വിത്ത് പാലസ്തീൻ. ഇതിൽ മാറിയതിന് നമുക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾ ഇത്രയും നാൾ നിന്നില്ലേ എന്ന് പറയാം. അതേസമയം രാവിലെ എണീച്ച് വരുമ്പോൾ ഈ ഡ്രസ്സ് ഇടണോ വേറൊരു ഡ്രസ്സ് ഇടണോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് എന്റെ ഇഷ്ടങ്ങളെ ബേസ് ചെയ്താണ്. തീരുമാനം മാറ്റാന്നാണ് പറയുന്നത്. 100% മാറ്റാൻ തീരുമാനമല്ലാതെ എന്താണ് പിന്നെ മാറ്റാൻ പറ്റുന്നത്? ND അധികാരത്തിൽ വരുമെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? തൃക്കാക്കരയിൽ 2020 ജയിക്കുമെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നില്ല. അപ്പൊ ആ പാർട്ടിയിൽ പോയി മത്സരിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ 3-ൽ ഏതാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് അവിടെയാണ് ഒരുവന് സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കാനും എന്നോടത്ത് വിളിച്ചു പറഞ്ഞ ആവശ്യങ്ങൾ പറയുന്ന ഒരുവന് ചെയ്തു കൊടുക്കാനുമുള്ള ഒരു അവസരം മാത്രമാണ് പൊളിറ്റിക്കൽ സ്പേസ്. ഒറ്റയ്ക്ക് നിന്നാൽ ഇപ്പൊ താൻ പോയിട്ട് റോട്ടിൽ ഒരു പെൺകുട്ടിയുടെ അവിടെ ഒരു പെൺകുട്ടിക്ക് ഒരു നീതി നിഷേധിക്കപ്പെടുന്ന ഒരു പ്രശ്നം താൻ കാണുന്നു. താൻ ഒറ്റയ്ക്ക് പോയി ചോദിക്കും, നീ ആരടി എന്നൊരു ചോദ്യം വരും. 24ന്റെ മൈക്കും പിടിച്ച് താൻ പോയി ചോദിക്കുമ്പോൾ ഈ ചോദ്യം വരത്തില്ല. അവിടെ തന്നെ നിലനിർത്തുന്നതും തന്റെ ചോദ്യത്തിന് പവർ കൂട്ടിത്തരുന്നതും ഇതാണ് മാധ്യമ പ്രവർത്തക എന്ന പവറും. ഇനി മാധ്യമ പ്രവർത്തക തന്നെ അയക്കൂ, അത് ഡിഫറൻറ്റ് ചാനൽ വർക്ക് ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് ലെവലിൽ ഓഫ് അംഗീകാരം കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. തിരികിയതിനു ശേഷം അവിടെ നിന്ന് നേരെ ഇസ്രായേൽ പാലസ്തീൻ സാധനം എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അതിനെ കൊണ്ടുവന്ന് പൊളിറ്റിക്കൽ സ്പേസിലോട്ട്. അതായത് ഒരു ചോദ്യത്തിന് അതിന് വ്യക്തമായ ഉത്തരം കൊടുക്കാതെ അതിന്റെ പേര് പറഞ്ഞു തുടങ്ങി അതിനെ വേറൊന്നിലോട്ട് എടുത്തിട്ട് വേറൊന്നിലോട്ട് ചാടി കൺവേർട്ട് ചെയ്ത് അതൊരു ഉത്തരം പോലെ ആക്കി. ആൾക്കാരെ കണ്ണിൽ പൊടി വീണടുത്ത് കിടന്ന് ഉരുണ്ടു. ഈ ഉരുണ്ടടുത്തുനിന്ന് പൊടി വിറന്നു, ആൾക്കാരെ കണ്ണിൽ പൊടി വീണു, കാഴ്ചപോയി. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് അഖിൽമാരാവ്, ഇതാണ് സംഭവം. ഇപ്പോഴും ഒപ്പീനിയൻ എന്താണ്, നിലപാട് എന്താണെന്നുള്ള സാധനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല.
നിലപാടില്ലാത്ത ആളാണോ അഖിൽമാരാർ എന്ന് ചോദിച്ചതിന്റെ ഉത്തരവും കിട്ടി. മിസ്റ്റർ അഖിൽമാരാർ നിലപാടും ഒപ്പീനിയനും രണ്ടായിരിക്കാം. പക്ഷെ ഇതിനൊരു കണക്ഷൻ ഉണ്ട്. അതായത് നമ്മളെ ഒരു നിലപാടെടുക്കാൻ അതിന് പ്രേരിപ്പിക്കുന്ന സാധനമാണ് നമ്മുടെ ഒപ്പീനിയൻ. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ, ആ ആശയങ്ങൾ വഴി മുഖാന്തരം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം, ഇതാണ് നിലപാട്. അല്ലാതെ ഞാൻ ഇന്ന് രാവിലെ ഉടുപ്പിട്ടോണ്ടിറങ്ങി നാളെ ഞാൻ ചട്ടി ഇട്ടുകൊണ്ടിറങ്ങുമെന്ന് പറയുന്നതല്ല അതിന്റെ ഉത്തരം. മനസ്സിലാക്കിയാൽ നല്ലത്. ഓക്കെ, അപ്പോ സൈനിങ് ഓഫ് ഷാനസ് ടോക്സ് ഫ്രം ഷാനസ് ടോക്സ്. See you in the next video and then bye bye.